നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തു. അവിടെ വാഷ്റൂമിലൊക്കെ പോയിട്ട് നമ്മൾ അവിടെ കുറച്ച് നേരം അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിനി അതിൻ്റെ ബാക്കി ഭാഗമാണ് ഈ വീഡിയോയിൽ. അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണിത്. കേട്ടോ, ഇപ്പം മൗണ്ടൻസ് അല്ല കാണുന്നത്. ഇതാ കറക്റ്റ് നല്ല ഗ്രീനറിയാണ്. ഓക്കെ, നല്ല ഒരു പൈൻ മരങ്ങളും ഉള്ള സ്ഥലത്തുകൂടി നമ്മളിങ്ങനെ പോവാണ്. നല്ല തണുപ്പുണ്ട്, വലിയ തണുപ്പല്ല, നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്നത് കണ്ടോ ഈ സ്ഥലത്തൂടാണ്. സൈഡിലൊക്കെ കണ്ടോ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അതുണ്ടോ ഡാൻസ് ഒക്കെ കളിച്ച് പോവാണ്. ഇത് കണ്ടോ പോകുന്ന വഴിയിലുള്ളതാണ്. എൻ്റെ ഒരു പാലമൊക്കെ ഉണ്ട് കേട്ടോ. അതെ, ഒരു പാലമാണ്. അവിടുന്ന് ഹെലികോപ്റ്റർ പോകുന്നുണ്ട്. അവിടുന്ന് കണ്ടോ നമ്മൾ പാലത്തിൽ കൂടെ കയറി നടക്കുകയാണേ. ആ വഴിയാണ് ഇനി പോകേണ്ടത്. ഇത് കണ്ടോ ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്. ഇത് പോകുന്നത് കുഞ്ചും വില്ലേജിലേക്കാണ് ഈ പോകുന്നത്. ആ ഭാഗത്തോട്ട് കയറി പോകുന്നത്. പിന്നെ കണ്ടോ ഇവിടെ ഗോക്യോ എന്ന് പറയുന്ന വേറൊരു വഴിയാണ്. നമ്മൾ EBC പോകുന്ന ഒരു 3 പാസ് ഉണ്ട്. അത് ഗോക്യോ, വേ ടു ഗോക്യോ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. 16 മണിക്കൂർ വോക്കുണ്ട് ഈ ഭാഗത്തൂടെ. ഈ ഭാഗത്തൂടെയാണ് കണ്ടോ ഡിസ്റ്റൻസ് 20 കിലോമീറ്റർ എന്നാണ് എഴുതിയേക്കുന്നത്. ഇതുണ്ട് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് 3600 മീറ്ററിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കണ്ടോ ഈ ബോർഡിൽ എല്ലാം എഴുതിയിട്ടുണ്ട്. ഇനി ഡിസ്റ്റൻസ് 34 കിലോമീറ്ററാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക്. 21 മണിക്കൂറാണ് വോക്കുള്ളത്. നമ്മളിനി പോകേണ്ടത് ഈ വഴി ഗോക്യോയ്ക്ക് പോകണം. ഈ വഴി നമ്മൾ ബേസ് ക്യാമ്പിലേക്ക് പോകുന്നു. നമ്മൾ ടെമ്പോച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എല്ലാം കടകളൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിലൊക്കെ. വർത്തമാനം പറയാൻ വയ്യ, കാണിക്കുന്നു. മൊത്തം തണ്ണിങ്ങ് മാലയും മഴയും. കണ്ട തണുപ്പത്ത് ഉപയോഗിക്കുന്നതല്ല. നമസ്തേ. കണ്ടോ പോകുന്ന വഴിയെല്ലാം തന്നെ ഇങ്ങനത്തെ പാറകളാണേ. കണ്ടോ ഇതുപോലുള്ള വലിയ വലിയ പാറകളാണ്. നമ്മളിങ്ങനെ വേണം പോകാൻ. ഇതാണ്ടോ ശ്രദ്ധിച്ച് പോണേ. ഇറക്കമാണേ. കണ്ടോ നല്ലൊരു ഇറക്കം. പോകുന്നത് എൻ്റെ ഗൈഡാണേ. താഴോട്ടൊക്കെ വലിയ വലിയ കൊക്കയാണ്. കണ്ടോ നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോണം. നല്ലൊരു ചൂടെടുക്കുന്നു. വെയിൽ. അന്നേരം നമ്മൾ വലിയ കയറ്റം കയറിയതുകൊണ്ട് ഇന്ന് വലിയ പ്രശ്നമില്ല കേട്ടോ. കാരണം ഇന്നലെ ഞാൻ വിചാരിച്ചു വൈകിട്ടായപ്പം തലവേദന എടുത്തപ്പം ഇനി MS-ൻ്റെ വല്ലതും പ്രശ്നമായിരിക്കുമോ എന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിൽ ഞാൻ നല്ലോണം ഉറങ്ങിയില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ ഒരു ടാബ്ലറ്റൊക്കെ എടുത്തിട്ട് നേരത്തെ കിടന്നുറങ്ങി. അതുകൊണ്ട് രാവിലെ ആയപ്പം
ഇനി ഇപ്പോൾ ടാബ്ലറ്റൊന്നും എടുത്തില്ല. അപ്പോഴത്തേക്കും തലവേദനയൊക്കെ കുറഞ്ഞു. കണ്ടോ വഴി കണ്ടോ? എനിക്ക് അപ്പുറത്തോട്ട് നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നേരെ നോക്കിയുമ്പോൾ, കാരണം കല്ലാണേ. ഞാൻ നിങ്ങളെ ഈ വഴിയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നത്. ഇനി നമ്മൾ താഴെ ഇറങ്ങിയിട്ട് വീണ്ടും മേലോട്ട് കയറണം. എന്തായാലും രസമുണ്ട് കേട്ടോ. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് ഒരു വലിയൊരു സംഭവമല്ലേ. ദൈവത്തിൻ്റെ സൃഷ്ടികൾ ഇതെല്ലാം, ഇതൊക്കെ നമുക്ക് കാണണം. ഞാൻ നാലിയ ഫ്ലവർ പോയപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താ ഭംഗിയായിരുന്നു അവിടെ, എന്ത് രസമായിരുന്നു അവിടെ കാണാൻ. അത് കഴിഞ്ഞിട്ട് സുഖോ വാലി പോയപ്പം അതിലും ഭംഗി. ഒരു സ്വർഗത്തിലൊക്കെ ചെന്ന് പെട്ട പോലായിരുന്നു അവിടെ ചെന്നപ്പം. ഇപ്പോൾ എനിക്കറിയത്തില്ല, ഇതിപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് EBC പോകുന്നത് തന്നെ എനിക്ക് വിശ്വാസം വരുന്നേയില്ല ഞാനിത് പോവാണോ എന്ന് പോലും. ഹെലികോപ്റ്റർ പോകുന്നുണ്ടോ? ഈ എവറസ്റ്റ് സ്പേസ് ക്യാമ്പിൽ നിന്ന് തിരിച്ചു പോകുന്നതാണ്. അതെ ഇതാണ്ട് നമ്മൾ പോകുന്ന വഴിയാണിതേ, കണ്ടോ. ഇപ്പം നമുക്ക് താഴേന്നൊക്കെ കണ്ട മൗണ്ടൻസൊക്കെ നമുക്കിപ്പോൾ അടുത്തടുത്ത് കാണാൻ പറ്റുമേ. ഈ വഴി കൂടാണ് നമ്മൾ പോകുന്നത്. നല്ല വെയിലാണേ, ചൂടെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറേ കൂടെ താഴോട്ട് കണ്ട ആ ഭാഗത്തെത്തണം. കണ്ട ഒരു വില്ലേജ്, ആ വില്ലേജിലെത്തിയാൽ ഇനിയും ലഞ്ച് കഴിച്ചിട്ട് പിന്നെ ട്രെക്കിങ് തുടങ്ങത്തുള്ളേ. ലഞ്ച് അവിടെ നിന്നായിരിക്കും, ആ ഭാഗത്തു നിന്നാണേ. എന്തായാലും പോയിട്ട് തിരിച്ചു വരുന്നവരെയൊക്കെ കാണാമേ. കണ്ടോ വലിയ വലിയ മൗണ്ടൻസൊക്കെ കണ്ടോ, സ്കൈയൊക്കെ നോക്കി, അടിപൊളിയല്ലേ കാണാൻ. കണ്ടോ നമ്മൾ പോകുന്ന വഴി ഞാനിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ വഴി കൊണ്ട് നടക്കാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ മാത്രം. എൻ്റെ ഗൈഡ് കുറച്ച് മുന്നേ പോയി. ഞാനിങ്ങനെ പതുക്കെ പോയാൽ പറയാം. സ്പീഡിൽ പോകുന്നേ ഒന്നും നേടാനില്ല. സ്പീഡിൽ പോയിട്ട് വെറുതെ ടയേർഡാവുമെന്ന് മാത്രം. നമുക്ക് പതുക്കെ പോവാം. പക്ഷെ നല്ല രസമുണ്ട് നടന്ന് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എൻ്റെ ഗൈഡ് ഇതുകൊണ്ട് നിൽക്കുന്നു. കണ്ടോ നല്ല തണുപ്പ്. ഇങ്ങനെ മരങ്ങളുടെ ഇടയിൽ കൂടി നമ്മൾ നടന്ന് പോകുമ്പോൾ അടിപൊളിയല്ലേ. കണ്ടോ നല്ല ഹാപ്പി ആയിട്ടാണ് ഞാൻ നടക്കുന്നത്. കാരണം ഇത്രയും നടന്നിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല ഇതുവരെ. എനിക്ക് പ്രശ്നമില്ല. ഇന്ന് 4 ദിവസമായിട്ട് നമ്മൾ ട്രെക്കിംഗ് ആണ്. 4ാം ദിവസമാണ്. ഇനിയൊരു 4 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് എത്തും. ആ ഒരു മൊമെൻറ്റിന് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നോ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇവിടെ ഒരു പാറ കണ്ടോ, നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഇങ്ങനത്തെ കാണാമേ. ഇവരുടെ ഒരു പ്രെയറാണ് ഇതിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. എന്തോന്നറിയില്ല, ടിബറ്റൻ ഭാഷയാണിത്. അതുകൊണ്ട് നമ്മളിനി ഇറങ്ങിയതാ. ഇത് വന്ന് നമ്മൾ വഴിയാണ് ആ കാണുന്നത്. വന്ന വഴി ഇറങ്ങി നമ്മൾ ഇങ്ങനെ താഴോട്ട് പോവാണ്. കണ്ടോ ഈ വഴി ഇറങ്ങി ഇങ്ങനെ പോയി അങ്ങനെ പോകണം. ഇതൊരു വില്ലേജാണേ. കണ്ടോ ഇവിടെ കണ്ട ആൾക്കാരൊക്കെ താമസിക്കുന്നത്. എനിക്ക് ഈ ഷെർപ്പാകളൊക്കെ ആയിരിക്കും ഇവിടെ താമസിക്കുന്നത്. ആയിരിക്കാം, എനിക്ക് അത്ര ക്ലിയർ അല്ല. ആയിരിക്കാം, കാരണം മൗണ്ടൻസിൻ്റെ അവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരായിരിക്കുമല്ലോ. രണ്ട് പിള്ളേരൊക്കെ ഉണ്ട്, കടകളൊക്കെ ഉണ്ട്. കണ്ട റോഡ് പൂത്ത് നിൽക്കുന്ന കണ്ടോ. കണ്ടോ ഇവരുടെ
വില്ലേജാണിത്. വീടുകളൊക്കെ കണ്ടോ. നമ്മൾ ഇറങ്ങി പിന്നെ ഇറക്കുവാണേ. അതിൽ ഇറങ്ങി ആ വഴി കൂടെ പോകണം. കണ്ടോ ഓക്കെ, എന്തൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം നോക്കി. കണ്ടോ ഭയങ്കര സൈലൻ്റ് ആണ്. ഇവിടെ ഒന്നും ആരുമില്ല നോക്കി. കണ്ടോ ഇപ്പം നമ്മൾ നടന്ന് ഒരു വഴി എത്തി. ഭയങ്കര ഇറക്കമാണ്. ഇനി 8:30 ആയപ്പം നടക്കാൻ തുടങ്ങിയാണേ. ഇപ്പോൾ 12:30 ഒരു 8-8.5 കിലോമീറ്റർ നടന്നു. ഇനി നമ്മളിങ്ങനെ ഇറങ്ങിയതാണ്ട് കണ്ടോ, ആൾക്കാർ പോകുന്നുണ്ടോ. ഇത് ആ വഴി കൂടെ ഇറങ്ങി ഇങ്ങനെ പോണം. ഇതുണ്ട് യാക്ക് പോകുന്നുണ്ടോ. നമ്മൾ സൈഡ് മാറി നിൽക്കണം. വഴി കണ്ടോ, ഇങ്ങനെയുള്ള വഴികളാണേ. നോക്കി പാറകളാണ്, മൊത്തം പാറകൾ. നമ്മൾ ഇങ്ങനെ ഇറങ്ങി പോകണം. എന്തായാലും ഞാൻ 1-2 പോട്ടർമാർ പോകുന്നുണ്ട്, അവരുടെ പുറകിൽ അങ്ങനെ പോവുകയാണേ. ഞാൻ നോക്കട്ടെ. ഇന്ന് ഇവിടെ നിന്നാണ് ഫുഡ്, ലഞ്ച് ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഗോക്കോഷി നദി ആയിരിക്കും ഈ ഒഴുകുന്നത്. ഗോക്കോഷി നദി ഒഴുകുന്നു പോകുന്നത്. അതാ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയാണ്. ലഞ്ച് ഇതാണ്. ഞാൻ ദാൽ ബാത്താണ് മേടിച്ചത്, പിന്നെ ഒരു ബ്ലാക്ക് കോഫി മേടിച്ചിട്ടുണ്ട്. അപ്പം ഇനി കഴിച്ചിട്ട് ഇനി ഒരു 5 മണിക്ക് ഇപ്പോൾ 1 മണി ആറായി, 12:30 കഴിഞ്ഞു. ഇനിയും പിന്നെ ഒരു 5-6 മണിക്കൂറുടെ ഇനിയും ട്രെക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ട് മുകളിലേക്ക് പോകണം. കണ്ടോ ഈ റെസ്റ്റോറൻറ്റിലാണേ. കണ്ടോ അതായത് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ദാൽ ബാത്തും ഒക്കെ കഴിച്ചു, പിന്നെ ഒരു കോഫിയും കുടിച്ചു. അപ്പം നമ്മളിനി ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.